നമ്മെ അടിമത്തിൽ കൂടി വരുന്നത് ഫോർ ബദനിഹൻ കാണ്ടർ ലിബർട്ടി. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുമല ഫോർ ബദനിഹൻ കാണ്ടർ ലിബർട്ടി തിരുമല ജംഗ്ഷൻ്റെ അടുത്തുള്ള സ്ഥലത്താണ്. ദിലീപിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് പറയാം. ഫോർ ബദനിഹൻ കാണ്ടർ ലിബർട്ടി വളരെ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസേൺസ്. പിന്നെ അതുപോലെ തന്നെ നമുക്കെന്താണ് മറ്റ് കാര്യാദികളും നമുക്ക് പ്രസ്താവിക്കാൻ പറ്റുന്ന ഇടയത്തില്ല. ഫോർ ബദനിഹൻ കാണ്ടർ ലിബർട്ടി. ഇപ്പോൾ തിരുമല ജംഗ്ഷൻ കണ്ടല്ലോ, പുള്ളിങ് ഡൊണസ്റ്റോൾസ് കാസിൻഡോൺ ഇമേജിനേഷൻസ് നമ്മെ അടിമത്തിൽ കൂടി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പുള്ളിങ് ഡൊണസ്റ്റോൾസ് ഫോർ ബദനിഹൻ കാൽമട്ടി ദിലീപിനെക്കുറിച്ചും അതുപോലെ തന്നെ പിന്നെ കാവ്യമാധവനെക്കുറിച്ചുള്ള അഭിപ്രായം ഈ ലൈവിൽ കൂടെ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഈ കാവ്യമാധവന് വല്ല ആവശ്യമുണ്ടായിരുന്നു? നിശാൽ എന്ന പേരുള്ള ഒരു ബാങ്ക് ഓഫീസർ, ആ ബാങ്ക് ഓഫീസറിന് വിവാഹം കഴിച്ച കാവ്യമാധവൻ ദിലീപിൻ്റെ കൂടെ ജീവിക്കാൻ ഒരു തെറ്റായ തീരുമാനം എടുത്തത് തന്നെയാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം. അതായത് ബൈബിൾ പ്രകാരം പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. അപ്പോൾ അതാണ് ദിലീപിൻ്റെയും കാവ്യമാധവൻ്റെയും കാര്യത്തിൽ സംഭവിച്ചത്. ഏക ഭാര്യ ഏക ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ ഞാനൊക്കെ മാർവേനീസ് കോളേജിൽ പഠിക്കുമ്പോൾ 98 ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സമയത്ത് ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ വിവാഹം ചെയ്തതാണ്. അതാണ് ഒറിജിനൽ ഭാര്യ. ഒന്നാമത് വീട്ടുകാരെയൊക്കെ എതിർത്തുകൊണ്ട് വിവാഹം കഴിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും പാടുപെട്ട് ജീവിച്ചല്ലേ, എന്തിന് ആ മഞ്ജു വാര്യർ ഉപേക്ഷിച്ചു? പിന്നെ അതുപോലെ തന്നെ കാവ്യ എന്തിനാ ബാങ്ക് ഓഫീസർ ഉപേക്ഷിച്ചു? പ്രശ്നത്തിൻ്റെ തുടക്കം അതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ അതിജീവിതയ്ക്ക് തീർച്ചയായിട്ടും ഒന്നുണ്ട്, ഒരു സപ്പോർട്ടുണ്ട്. നമ്മുടെ പെങ്ങളെന്നുള്ള അർത്ഥത്തിൽ തീർച്ചയായിട്ടും അതിജീവിതയ്ക്കുന്നുണ്ട്, സപ്പോർട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ദിലീപേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദിലീപിൻ്റെ ജീവിതം മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എനിക്ക് അത്രേ പറയാനുള്ളൂ. ദിലീപിൻ്റെ പെങ്ങന്മാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദിലീപിൻ്റെ ആ പെങ്ങന്മാർക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദിലീപിനെ സഹിക്കുമോ? അപ്പോൾ അത് മാത്രം ദിലീപ് ചിന്തിച്ചാൽ മതി. ഫോർ ബദനിഹൻ കാണ്ടർ ലിബർട്ടി സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി പുള്ളിങ് ഡൊണസ്റ്റോൾസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി ഓർ ദ ക്രൈസിസ് മെൻസ് ക്യാൻ ബി നോട്ട് എൻഡേങ്കിൾഡ് ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ് ആസ് റിബീസ് യു ഫോർ ബദനിഹൻ കാൽബർട്ടി ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ ദി ഒക്കമുണ്ട്. അതായത് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി ഓർ ദ ക്രൈസിസ് മെൻസ് ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് ഫോർ ബദനിഹൻ കാണ്ടർ ലിബർട്ടി ആസ് റിബീസ് യു ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ God is not the other confusion but a peace. As for BC and be not entangled again the yoke for Bethany calendar liberty. As for BC and be not entangled again the yoke one day pulling down a strongholds. There is stand fast in the liberty or the crisis ministry and be not entangled again the yoke one day pulling down a strongholds. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോയുടെ അടുത്തൊരു ഭാഗമാണ്, മനസ്സിലായില്ലേ? ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ശരിക്കും പ്രശ്നത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് എന്താണ്, ദിലീപിൻ്റെയും അതുപോലെ തന്നെ എന്താണ് ഫോർ ബദനിഹൻ കാണ്ടർ ദിലീപിൻ്റെയും എന്താണ് കാവ്യമാധവൻ്റെയും എന്താണ് വഴിവിട്ട ബന്ധമാണ് ഇതിനെല്ലാം ആരംഭം. അതായത് ദാറ്റ് വാസ് ദ ബിഗിനിങ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് പിന്നെ കാവ്യമാധവൻ ആ ബാങ്ക് ഓഫീസറിനെ തേച്ചിട്ട് ദിലീപിൻ്റെ കൂടെ വിവാഹം കഴിക്കാൻ തീരുമാനമെടുത്തു? അപ്പം യഥാർത്ഥ ദമ്പതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപും മഞ്ജു വാര്യറുമാണ്. ദിലീപിനെ മഞ്ജു വാര്യരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, തീർച്ചയായിട്ടും സപ്പോർട്ടും ചെയ്യും, അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനം നൽകും. പക്ഷേ ദിലീപും കാവ്യമാധവനെയും വി കനോട്ട് അക്സെപ്റ്റ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ദിലീപിനെയും കാവ്യമാധവനെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഒരു സഹോദരനായിട്ടോ സഹോദരിയായിട്ടോ കോ വർക്കറായിട്ടോ കാണാം. പക്ഷേ കാവ്യമാധവനെയും ദിലീപിനെയും എന്താണ് വൈഫായിട്ടോ ഹസ്ബൻഡായിട്ടോ ഇന്നുവരെയും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഒരുവിധപ്പെട്ട ഇത്തിരി തലയ്ക്കകത്ത് ബോധമുള്ള ആളുകളും അരിയാഹാരം കഴിക്കുന്ന ആൾക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ സാധാരണഗതിയിൽ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏക ഭാര്യ ഏക ഭർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തെ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പിന്നെ അനുകൂലിക്കാൻ ഒക്കത്തില്ല, അതായത് സപ്പോർട്ട് ചെയ്യാൻ ഒക്കത്തില്ല. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത വിഷയം എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിജീവിതയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും എന്താണ് സപ്പോർട്ടാണ് നൽകുന്നത്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരു പെങ്ങളുണ്ടെന്നിരിക്കട്ടെ, തീർച്ചയായിട്ടും അവനവന് അങ്ങനെ വരാതിരിക്കട്ടെ, നിങ്ങൾക്ക് ഒരു മകളോ ഒരു പെങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏക ഭാര്യ, നിങ്ങളുടെ പ്രിയതമ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ, ആ വ്യക്തിക്കെതിരെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ ഒന്ന് തെറ്റായ രീതിയിൽ നോക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കും. എനിക്കത് മാത്രമേ അറിഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? നിങ്ങളുടെ മരുമകളെയോ നിങ്ങളുടെ മകളെയോ നിങ്ങളുടെ പെങ്ങളെയോ നിങ്ങളെ പ്രസവിച്ച മാതാവിനെയോ ആരെങ്കിലും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ തെറ്റായ രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങളെന്ത് പറയും? വത്സ വരൂ എന്ന് പറയില്ലല്ലോ. എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പം നമ്മൾ തീർച്ചയായിട്ടും മറുഭാഗം കൂടെ നിന്ന് ചിന്തിക്കണം. ഈ പ്രശ്നത്തിൻ്റെ ഉറവിടത്തിലേക്കാണ് പോകുന്നത്. ആ ഉറവിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവ്യമാധവനും
പിന്നെ ആ ബാങ്ക് ഉദ്യോഗസ്ഥനെ തേച്ചിട്ട് ആരുടെ കൂടെ പോയി? ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ കൂടെ ജീവിക്കാൻ പോയി. അവിടെയാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതുമല്ല, ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഭാര്യ, മഞ്ജു വാര്യർ എന്ന് പറഞ്ഞാൽ വളരെ ഐശ്വര്യമുള്ള, വളരെ നല്ലൊരു കലാകാരിയാണ് മഞ്ജു വാര്യർ, മനസ്സിലായില്ലേ? നമ്മുടെ ഒരു പെങ്ങളെ പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ത്രീനെ നീ ഉപേക്ഷിച്ചിട്ട്, മനസ്സിലാകുന്നുണ്ടോ? ഫോർ ബദനി ഹോൻ കൽവട്ടി, ആ ഒരു നല്ല സ്ത്രീനെ ഉപേക്ഷിച്ചിട്ട് ഈ പിന്നെ കാവ്യമാധവൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനം എടുത്തത് തന്നെ തീർച്ചയായിട്ടും എന്താണ്, ഒരു തെറ്റാണ്. ചുമ്മാതല്ല KSRTC ബസ്സിലൊക്കെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, ദിലീപിൻ്റെ സിനിമേനെയൊക്കെ പിന്നെ അവോയ്ഡ് ചെയ്യുന്നത്, അതായത് ദിലീപിൻ്റെ സിനിമേനെ റെസിസ്റ്റ് ചെയ്യുന്ന ചുമ്മാതെ അല്ല. ഇനി വരും വീഡിയോകളിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറയും. നമ്മൾ ദിലീപിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭാഗത്തോ അല്ല, നമ്മൾ ആയിരിക്കുന്നത് നീതിയുടെയും കരുണയുടെയും അതുപോലെ ഫോർ ബദനി ഹോൻ കാൽവട്ടി, ന്യായത്തിൻ്റെയും ഭാഗത്താണ്. വാസ്തവം പറഞ്ഞാൽ എനിക്ക് ദിലീപിനോടോ കാവ്യമാധവനോടോ ഒരു വിരോധമില്ല. പക്ഷേ അവരുടെ പ്രവൃത്തികളോട്, തെറ്റായ പ്രവൃത്തികളോട്, ഈവിൾ വർക്ക്സിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യോജിക്കാൻ ഒക്കത്തില്ല. ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ദിലീപും അതുപോലെ കാവ്യമാധവനും വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുമ്പേ ദിലീപ് മഞ്ജു വാര്യരെ ഡൈവേഴ്സ് ചെയ്തത് വലിയൊരു ഇതായിപ്പോയി, മനസ്സിലായില്ലേ? മഞ്ജു വാര്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സഹധർമ്മിണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലെ വിളക്ക് പോലെയാണ്. പണ്ട് KJ യേശുദാസ് പാടിയതുപോലെ പണ്ട് അദ്ദേഹം ഇങ്ങനെ പാടുന്നുണ്ട്, ഇങ്ങനെ പാടിയിട്ടില്ലേ, പൂമുഖവാതിൽക്കൽ സ്നേഹം മിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിനുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പൂവിരൽ തുമ്പിനാൽ ദുഃഖം പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. അങ്ങനെ പാട്ട് തന്നെ പാടിയിട്ടുണ്ട് അല്ലേ? പൂമുഖവാതിൽക്കൽ സ്നേഹം മിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിനുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. അപ്പം അങ്ങനെ ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്ന ഭാര്യ എന്നാണ് പണ്ട് KJ യേശുദാസങ്ങളൊക്കെ പാടിയത്. അപ്പം അങ്ങനെയുള്ള ഐശ്വര്യം ഉള്ള ഒരു ഭാര്യ, അതായത് ഏക ഭാര്യയാണ്. ആ മഞ്ജു വാര്യരെ ഉപേക്ഷിച്ചത് വലിയൊരു മണ്ടത്തരമാണ്, മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ദിലീപിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഞ്ജു വാര്യരെ നിങ്ങൾ ഉപേക്ഷിച്ചത് ഒരു വലിയ മണ്ടത്തരമാണ്, മനസ്സിലായില്ലേ? ഏക ഭാര്യ ഏക ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വന്തം ഭാര്യനെ, മനസ്സിലായില്ലേ, വെറുത്തതും അതുപോലെ തന്നെ ഉപേക്ഷിച്ചതും, മനസ്സിലായില്ലേ, ഒരു വലിയ മണ്ടത്തരമാണ്. അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു വലിയ നിധിയെ നിങ്ങൾ തള്ളിക്കളഞ്ഞതുപോലെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ അടുത്ത നിങ്ങളുടെ ഭാഗത്ത് പറ്റിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2016 17 അറിയത്തില്ല, നിങ്ങൾ കാവ്യമാധവനായിട്ട് വിവാഹം കഴിച്ചത്. അത് അടുത്ത തെറ്റ്. ഇനി അടുത്ത തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് മാത്രമല്ല, നിങ്ങൾ ഭാര്യയെ പബ്ലിക്കായിട്ട് തള്ളിപ്പറയുകയും നിങ്ങളുടെ കൂടെ കുറേ വർഷം ജീവിച്ച ആ മഞ്ജു വാര്യർ എന്നുള്ള ഐശ്വര്യമുള്ള സഹധർമ്മിണിയെ മാത്രമല്ല, അതിൽ ഒരു കുഞ്ഞും നിങ്ങൾക്കുണ്ട് അല്ലേ? ആ മീനാക്ഷി എന്നുള്ള കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ അപ്പനല്ല എന്ന് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞിനെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു. ആ മീനാക്ഷി എന്ന് പറയുന്നത് നിങ്ങളുടെയും മഞ്ജു വാര്യരുടെയും മകളാണ്. അതെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു. അങ്ങനെ ഒരു മകളും ഐശ്വര്യപൂർണ്ണമെന്നല്ല, മനുഷ്യരെല്ലാം മനസ്സിലാവുന്നുണ്ട്, നമ്മളെല്ലാം മണ്ണി എന്നുള്ളവരാണ്. എങ്കിലും ക്രൈസ്റ്റിൻ്റെ വരവ് സമയത്ത് നമുക്കൊരു പൂർണ്ണമായിട്ട് ഒരു ഹെവൻലി ബോഡി നമുക്ക് ലഭിക്കും. അങ്ങനെ ഐശ്വര്യമുള്ള ആ ഒരു സഹധർമ്മിണിയെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു തീരെ കൂടെ ജീവിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു, തീരുമാനം എടുത്തത് തന്നെ ഒരു വലിയ തെറ്റാണ്. ഇനി കാവ്യയുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വിവാഹം പണ്ട് നിശാലിൻ്റെ കൂടെ കഴിഞ്ഞായിരുന്നു, ഒരു ബാങ്ക് ഓഫീസർ. ആ സമയത്ത് കല്യാണത്തിന് നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടായി പറയുന്നത്. ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചുമ്മാ ചെയ്യാറില്ല. നിങ്ങൾ പറയുമല്ലോ തെളിവുണ്ടെങ്കിൽ, ഞാനൊരു അഡ്വക്കേറ്റാണ്, തെളിവ് സഹിതമേ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം പഠിച്ചിട്ട് നന്നായിട്ടൊക്കെ പഠിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അതും ഞാൻ ചെയ്യുന്നത് കഴിവതും ചിലതൊക്കെ സ്ക്രീൻ കാസ്റ്റിംഗ് കൂടെയാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പം ഈ പിന്നെ കാവ്യമാധവൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് സിനിമാ താരങ്ങൾ അവിടെ വരുന്നുണ്ട്. ആ വരുന്ന കൂട്ടത്തിൽ ആരും കൂടെ ഉണ്ട്, ഈ പറയപ്പെട്ട അതിജീവിതയും അതുപോലെ തന്നെ മഞ്ജു വാര്യറും എന്ത് ചെയ്തു, അവിടെ കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എന്തോ ഒരു ആശ്ലേഷമായിരുന്നു, മനസ്സിലായില്ലേ? ഇതാണ്. അപ്പം അങ്ങനെ കൂടെ നിന്ന് യൂദാസ് യേശുക്രിസ്തുവിനെ ചതിച്ചതുപോലെ കൂടെ നിന്നിട്ട് തന്നെ ഇങ്ങനെ പാര വയ്ക്കണമായിരുന്നോ
കാവ്യ മാധവനെ? നിങ്ങളുടെ കല്യാണത്തിന് മഞ്ജു വാര്യറും അതിജീവിതയൊക്കെ വന്നതല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മഞ്ജുവിനോട് നിങ്ങൾ ഇങ്ങനെ ഒരു ചതി ചെയ്യണമായിരുന്നു. ആ വ്യക്തിയുടെ ഹസ്ബൻഡിനെ നിങ്ങൾ അടിച്ചു മാറ്റി നിങ്ങൾ എന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. അപ്പം നിങ്ങൾക്ക് പറയാമായിരുന്നു, എൻ്റെ പൊന്ന് പിന്നെ ദിലീപേട്ട, നിങ്ങൾ മഞ്ജുവിൻ്റെ ഹസ്ബൻഡാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ മടങ്ങിപ്പോയി. ഞാൻ ഇപ്പോഴത്തെ കാര്യത്തിലല്ല, പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത്. നിങ്ങൾ മടങ്ങിപ്പോയി ആ മഞ്ജു വാര്യർക്ക് ഭർത്താവായിട്ടിരിക്കും. നമ്മൾ ആങ്ങളെയും പെങ്ങളുമാണ്, ആ രീതിയിൽ ഇടപെട്ടാൽ മതി എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം നല്ലതും ഉണ്ടാവുമായിരുന്നു. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഏരിയയിലേക്ക് കിടക്കണം, പെട്ടെന്ന് കിടക്കുകയാണ്. ഇത് വിശദമായിട്ട് ഓരോ ഏരിയ എടുത്ത് നമ്മൾ ബോട്ടണി ലാബിലൊക്കെ ചെയ്യും പോലെ നമുക്ക് തീർച്ചയായിട്ടും സ്ലൈഡ് ഷോ പോലെ നമ്മൾ തീർച്ചയായിട്ടും എക്സ്പാൻഡ് ചെയ്യും. എങ്കിലും പെട്ടെന്നങ്ങ് പറഞ്ഞു വേണം. നിങ്ങൾ മറ്റൊരു പൗരെ ആക്രമിച്ചത് അതിനേക്കാളും വലിയ തെറ്റാണ്. മനസ്സിലായില്ലേ? എല്ലാ പൗരന്മാർക്കും ആശയം കൊണ്ട് എതിർക്കാം. ഇപ്പം ഞാൻ ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ റിയാക്ഷൻ മീഡിയാസൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ വടിവാളോ കുന്തമോ ചക്രമോ കുടച്ചക്രമോ ഒന്നും എടുത്ത് അപ്പുറത്തവൻ്റെ തലയിൽ കൂടെയോ പടക്കമോ ഒക്കെ എറിഞ്ഞ് അത് നമ്മൾ കഴിവതും എന്ത് ചെയ്യാറില്ല. നമ്മൾ ആശയപരമായിട്ട്, അതായത് തർക്കശാസ്ത്രം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ അന്യൻ്റെ രക്തം ചൊരിയിക്കാനോ അന്യനെ ഉപദ്രവിക്കാനോ നമ്മൾ മെനക്കെടാറില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ അതിജീവിതനെ എന്ത് ചെയ്തു? അർദ്ധരാത്രി പോയെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയെ തടയാനായിട്ട് ഒരു അധികാരമില്ല. നിങ്ങളുടെ സിനിമാ ലോകത്തുള്ള ഈഗോസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞങ്ങ് തീർക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ ദേഹത്ത് കൈവയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ഗുണ്ടായിസം കാണിക്കാനോ, പൾസർ സുനിയല്ല എൻഫീൽഡ് സുനിയാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഏത് അൾസർ സുനിയാണെങ്കിലും, മനസ്സിലാകുന്നുണ്ടോ? ഹീറോ ഹോണ്ട സുനിയാണെങ്കിലും, ഏത് സുനിയോ വിനിയോ ഏതോ ആണെങ്കിലും ആ വ്യക്തിയൊന്നും ഇടപെട്ട് മറ്റൊരാളെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല. അപ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് ആ ഒരു കാര്യത്തെ പറയണമെന്നുണ്ടെങ്കിൽ, മോഹം ഗർഭം ധരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പാപത്തെ പ്രസവിക്കുന്നു. പാപം എന്ത് ചെയ്യുന്നു? മരണത്തെ പ്രസവിക്കുന്നു. മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു. പാപം ഒഴുത്തിട്ട് എന്ത് ചെയ്യുന്നു? മരണത്തെ പ്രസവിക്കുന്നു. അപ്പം മാനസികമായിട്ടുള്ള ഒരു മരണം. നിങ്ങൾ ചില ആളുകൾ പറയില്ലേ, ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും. അപ്പം നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ശരീരത്തിൽ ജീവനുണ്ടല്ലോ, പക്ഷേ അങ്ങനെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് മരണം പലതരത്തിലുണ്ട്. ദിലീപിനോടും കാവ്യമാധവനോടും എനിക്ക് പറയാനുള്ളത്, മരണം പലതരത്തിലുണ്ട്. ഫിസിക്കൽ ഡെത്ത് ഉണ്ട്, മാനസിക മരണമുണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്? സ്പിരിച്വൽ ഡെത്ത് ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള മരണമുണ്ട്. റിലേഷൻഷിപ്പ് അകന്നു പോകുമ്പോഴത്തേക്കും സൊസൈറ്റിയിൽ ഡെഡാകുന്ന മറ്റൊരു അനുഭവം. ഇപ്പോൾ ഫോൺ ഡെഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം കറുത്ത പൊടിയെല്ലാം കൂടെ കെട്ടി ആൾക്ക് സഞ്ചാരി കൊടുക്കുമെന്നല്ലല്ലോ അർത്ഥം. അപ്പോൾ ആ ഒരു ഇനാക്റ്റീവ് ആവുക എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എനിക്ക് കാവ്യമാധവനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളൊരു മരണത്തിലേക്ക്, ദിലീപിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മരണത്തിലേക്ക് നിങ്ങൾ എടുത്ത് ചാടണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്? ആ മരണത്തിലോട്ട് പോയതുകൊണ്ടാണ് ജീവനോടുള്ള ഒരു മരണം, അന്യൻ്റെ ഭാര്യയെ മോഹിക്കുമ്പോഴുള്ള ഒരു മരണം, ആ ഒരു മരണബന്ധനം, മനസ്സിലാവുന്നുണ്ടോ? ആ മരണത്തിലോട്ട് പോയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു മാനസികമായ മരണം. മനസ്സിലായല്ലോ? നിങ്ങൾ ചെയ്തെന്താണ്? ഒരു മാനസികമായ മരണം. അപ്പോൾ എനിക്ക് ദിലീപിനോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇതിൻ്റെ തുടക്കം എവിടെയാണ്? തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. ഒരു ഭാര്യ, ഐശ്വര്യമുള്ള ഒരു ഭാര്യയായിരുന്നു മഞ്ജു വാര്യർ. ആ ഭാര്യയുടെ കൂടെ സുഖമായിട്ട് കുടുംബജീവിതം നയിച്ച് അതിൽ നിങ്ങൾക്കൊരു മകളും ഉണ്ടല്ലേ. ഇനി കാവ്യമാധവനാണെങ്കിലും നിശാൽ എന്ന പേരുള്ള ഒരു ബാങ്ക് ഓഫീസർ, ഐശ്വര്യമുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ടല്ലേ. അപ്പോൾ ആ ഹസ്ബൻഡിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കായിരുന്നു അല്ലേ. അപ്പം ഞാൻ വഴക്കുറയുന്നെന്ന് തോന്നിയാലും കുഴപ്പമൊന്നുമില്ല, ജീവിക്കായിരുന്നല്ലേ. ഇനി ഈ സമയം വൈകിട്ടില്ല കേട്ടോ. നിങ്ങൾ ഒന്നാമത് കാവ്യ നിങ്ങൾ ചെയ്തത്, ആ ബാങ്ക് ഓഫീസറിൻ്റെ ഹൃദയത്തെ നിങ്ങൾ എന്ത് ചെയ്തു? വേദനിപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇനിയാണെങ്കിലും വൈകിട്ടില്ല. നല്ലൊരു കുടുംബജീവിതം. നിങ്ങളുടെ കല്യാണത്തിനൊക്കെ ആ വീഡിയോസൊക്കെ എടുത്ത് കണ്ട ആരൊക്കെയാണ് വന്നതെന്നറിയാമോ? അതിജീവിത വന്നു, പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എനിമിന്ന് കരുതുന്നതായിട്ടുള്ള മഞ്ജു വാര്യർ വന്നു, പിന്നെ അതുപോലെ തന്നെ പഴയ ആളുകൾ, അതായത് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഊർമിള ഉണ്ണി വന്നു എന്ന് വേണ്ട ഒരുവിധപ്പെട്ട ഫിലിം ഫീൽഡിലെ ആളുകളെല്ലാം വന്നു. അവരെ അപ്പം എന്ന് മാത്രമല്ല, മഞ്ജു വാര്യരൊക്കെ നിങ്ങളെ ആശ്ലേഷം ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. ഈ യൂദാസ് യേശു ക്രിസ്തുവിനെ ഗുരു ഞാൻ ആരെ ചുംബിക്കുന്നോ അദ്ദേഹമാണ് ജീസസ് എന്ന് പറഞ്ഞ് 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്തതല്ല നിങ്ങൾ ആ കാണിച്ചതേ. അപ്പോൾ നിങ്ങൾ വന്ന് ആശ്ലേഷം ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾ ആ വ്യക്തിനെ തന്നെ ഇങ്ങനെ, ആ വ്യക്തിയുടെ ഹസ്ബൻഡിനെ തന്നെ ഇങ്ങനെ എന്ത് ചെയ്തത്? അടിച്ചു മാറ്റിയത് ഇത്തിരി എന്നല്ല, വളരെ മോശമായിപ്പോയി. ഷെയിം പപ്പി ഷെയിം എന്ന് പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയാണെങ്കിലും നിങ്ങൾക്ക് മടങ്ങി വരാം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ആ ഒരു തെറ്റായ ഒരു സമീപനമാണ് നിങ്ങൾ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ കാവ്യമാധവൻ ചെയ്തത്, ദിലീപിനെ അടിച്ചു മാറ്റിയത് തീർച്ചയായിട്ടും ഒരു തെറ്റായ സമീപനമാണ്.
മാത്രമല്ല ജീവനോടിരിക്കുന്ന ഭാര്യ ആ മഞ്ജു വാര്യർക്കൊരു നല്ല ജീവിതം വീണ്ടും കൊടുക്കാമായിരുന്നു. പിന്നെ ഐശ്വര്യപരമായിട്ട് ആ മീനാക്ഷിയോടൊത്ത് ഇപ്പോൾ MBBS ഒക്കെ കഴിഞ്ഞു എന്ന് പറയുന്നു അല്ലേ. മീനാക്ഷി ഇപ്പോൾ MBBS ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും മകളും എന്നുള്ള അർത്ഥത്തിൽ ഭാവിയിലൊരു നല്ല മരുമോനെയും പ്രാപിച്ച സിനിമയിലൊക്കെ അത്യാവശ്യം വേറെ ആരും ഉപദ്രവിക്കാതെ വളർന്നൊക്കെ വന്ന് നല്ലൊരു കുടുംബജീവിതമൊക്കെ നയിച്ച് പിന്നെന്താണ് ആരോഗ്യപരമായൊരു ജീവിതം KJ യേശുദാസ് അങ്കിളിനെയൊക്കെ പോലെ ദീർഘായുസോടുകൂടി നല്ല ഫ്രീ മൈൻഡോട് കൂടി കുറേ കാലം ദീർഘായുസോടുകൂടി അസുഖങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാമായിരുന്നു. ഇങ്ങനത്തെ ഒരു കോടതി ഇഷ്യൂ വരില്ലായിരുന്നു. നിങ്ങളുടെ റെപ്യൂട്ടേഷനോ ഫെയിമോ ഒന്നും നഷ്ടപ്പെടത്തില്ലായിരുന്നു. നിങ്ങൾ അങ്ങനെയുള്ള ഒരു ജീവിതം പിന്നെ നല്ലൊരു ജീവിതം കളഞ്ഞിട്ട് അന്യൻ്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ പോയതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് ദിലീപ്. പിന്നെ അതുപോലെ തന്നെ കാവ്യമാധവന് പറ്റിയ തെറ്റ് നിങ്ങൾ ആ ബാങ്ക് ഓഫീസറിനെ ഉപേക്ഷിച്ച് ഇങ്ങേരുടെ കൂടെ ഇറങ്ങി വന്നു, ദിലീപിൻ്റെ കൂടെ. അത് അടുത്ത തെറ്റ്. ആ മഞ്ജു വാര്യർ ഇപ്പോഴും പിന്നെ അവരുടെ കണ്ണീരിനെ മറികടന്നാണ് നിങ്ങൾ എന്ത് ചെയ്തത്, നിങ്ങൾ രണ്ടുപേരും ജീവിച്ചത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തിലോ എനിക്കോ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ആളിനെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു പൗരന് അതിനുള്ള അധികാരമില്ല. ആശയങ്ങൾ ആശയപരമായിട്ട് തീർക്കാം, മനസ്സിലായില്ലേ? ഇപ്പം ഒരാളിൻ്റെ പുസ്തകം നമുക്ക് വിമർശിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതേപോലെ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ എത്ര പ്ലാറ്റ്ഫോം കിടക്കുകയല്ലേ. നമുക്ക് ആ ബുക്കിൻ്റെ ഒരു കോപ്പി ലൈവായിട്ട് ചെയ്തിട്ട് ആ ബുക്കിൻ്റെ പേജ് നമ്പറും പാരഗ്രാഫൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഒരു ദിവസം ആ പാരഗ്രാഫ് മാത്രം വിമർശിച്ചാൽ മതി. അടുത്ത ദിവസം നമ്മൾ നടക്കാൻ വരുമ്പോൾ ഇതുപോലെ ഇത്തിരി കപ്പലിൻ്റെയൊക്കെ കഴിച്ചിട്ട് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് അടുത്ത പാരഗ്രാഫ് വിമർശിക്കും. അടുത്ത ദിവസം അടുത്ത പാരഗ്രാഫ് വിമർശിക്കും. അങ്ങനെ വിമർശനം 1, 2, 3 വോളിയം 1, 2, 3, 5 അങ്ങനെ എക്സെട്രാ അപ് ടു എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം അല്ലേ. അത് ആശയപരമായിട്ടുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ അന്യനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അന്യനെ കൊല്ലാനോ അല്ലെങ്കിൽ അന്യൻ്റെ രക്തം ചൊരിയാനോ അല്ലെങ്കിൽ അന്യനെ കൊട്ടേഷൻ കൊടുത്ത് ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അന്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്യനെ ഉപദ്രവിക്കാനോ അന്യനെ കൊട്ടേഷൻ കൊടുക്കാനോ ഒരു വേറൊരു പൗരനെ ദേഹത്ത് കൈവയ്ക്കാനുള്ള അധികാരമൊന്നും പിന്നെ ദിലീപ് നിങ്ങൾക്കില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പൾസർ സുനിയല്ല, അൾസർ സുനിയല്ല, നീ ഏത് സുനിയാണെങ്കിലും, എൻഫീൽഡ് സുനിയാണെങ്കിലും SD സുനിയാണെങ്കിലും ഹീറോ ഹോണ്ട സുനിയാണെങ്കിലും മനസ്സിലായില്ലേ? എനിക്ക് പറയാനുള്ള ചേട്ടാ നിനക്ക് വേറെ പണിയൊന്നുമില്ലടേ. അതിനേക്കാളും ഭേദം പിന്നെ ഏതെങ്കിലും പിണറായി വിജയൻ്റെ വീട്ടിലെ തൊഴുത്തിൽ വല്ല പശുവിന് വല്ലതും മേയ്ക്കാൻ പോയിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു അന്തസ്സുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇത് വളരെ മോശമായി പോയി പൾസർ സുനി. ഇതിനേക്കാളും ഭേദം പിണറായി വിജയൻ്റെ തൊഴുത്തിൽ പശുവിനെ മേയ്ക്കാനോ ചാണകം മാരാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാരി കഴിഞ്ഞ് ഇത്രയും ഇതാവില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ ഒരു 10 ട്യൂഷനിട്, അങ്ങനെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ അത് വളരെ മോശമായി പോയി. വേറൊരു ആളിൻ്റെ പിന്നെ വേറൊരു പൗരനെ അല്ലെങ്കിൽ ഒരു പൗരെ പിന്നെ ആക്രമിച്ചതൊക്കെ എന്താണ് പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ് വളരെ മോശമായി പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി. ഇനിയാണെങ്കിലും സമയം വൈകിട്ടില്ല. കാവ്യമാധവനോട് എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഭർത്താവിനെ അടിച്ച് മാറ്റാൻ വേണ്ടി നിൽക്കാതെ ഇനിയാണെങ്കിലും പിന്നെ നിങ്ങൾ ആ ഒറിജിനൽ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് മടങ്ങി പോവുകയും എന്തെങ്കിലും ചെയ്യുക. ദിലീപ് ആണെങ്കിലും ഇനിയാളും വൈകിട്ടില്ല. നിങ്ങളുടെ ഒറിജിനൽ ഭാര്യ ആയിരിക്കുന്ന പിന്നെ മഞ്ജു വാര്യരെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുക. കാരണം മീനാക്ഷിയുടെ പപ്പയാണത്, മനസ്സിലാകുന്നുണ്ട്. ഇനിയാണെങ്കിലും വൈകിട്ടില്ല. തിന്മകളിലേക്ക് പോകാതെ, ഇനിയൊരു കൊലപാതകം ചെയ്യാതെ, തിന്മകൾ ചെയ്യാതെ, പാപം ചെയ്യാതെ ആ രീതിക്ക് പോവുക. മനസ്സിലാകുന്നുണ്ടോ? ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസിസിൻ്റെ കൃപയിൽ ആശ്രയിച്ച് എന്ത് ചെയ്യുക, പിന്നെ ജീവിക്കുക. ആ ചെയ്തത് വളരെ ഇതായിപ്പോയി. പിന്നെ കോടതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കുന്നതിനെ ബേസ് ചെയ്ത് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ജഡ്ജിമെൻറ്റ്. ആ ജഡ്ജി എന്ത് ചെയ്യുന്നത് തയ്യാറാക്കുന്നത്. അതിനകത്തൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. 28 സാക്ഷികളൊക്കെ എന്ത് ചെയ്തു കൂറുമാറി എന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? 28 സാക്ഷികളൊക്കെ കൂറുമാറിയതായിട്ട് പറയുന്നു. അപ്പോൾ 28 സാക്ഷികൾ കൂറുമാറിയതായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മൾ പണ്ടൊക്കെ കേട്ടില്ലേ പിന്നെ കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ടും എന്ന് പാടിയതായിട്ടുള്ള റിനി ടോമി. 28 സാക്ഷികളാണ് കൂറുമാറിയത്. മനസ്സിലാകുന്നുണ്ടോ? 1, 2 അല്ല. മനസ്സിലായത്? 28 സാക്ഷികൾ കൂറുമാറുമ്പോഴത്തേക്കും ആ വിധി മനസ്സിലാകുന്നുണ്ടോ? ആ റിനി ടോമിയും സിദ്ദിഖും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള പിന്നെ ബിന്ദു പണിക്കർ ഉൾപ്പെടെയുള്ള പല സാക്ഷികളും കൂറുമാറി. കേരളത്തിലെ ആളുകളെ ഞങ്ങളുടെ ആഹാരം കഴിക്കുന്നവർ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആളുകളെ പിന്നെ അതുകൂടാതെ ദിലീപിൻ്റെ വക്കീൽ ആ ബാലേന്ദ്രകുമാറിനോട് കുറച്ച് ക്രൂരമായിട്ടാണ് പെരുമാറിയെന്നൊക്കെ പറയുന്നത്. വേറെ ക്രൂരത എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ശാരീരികമായിട്ടല്ല, ഒരു രോഗിയായിരുന്ന മനുഷ്യൻ അല്ലേ, ഒരു കിഡ്നി രോഗം അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളും ഇഷ്യൂസായിട്ടൊക്കെ നടന്ന മനുഷ്യനെ ബാലേന്ദ്രകുമാറിനോട് വളരെ ആ വക്കീലന്മാർ വളരെ പിന്നെ
ഒരു പക വീട്ടും പോലെയാണ് പെരുമാറിയെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ആ മനുഷ്യൻ റെസ്റ്റ് ഇല്ലാതെ കോടതിയിൽ വന്ന സാക്ഷിയൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഇഹലോകവാസം വെടിയാൻ ഇടയിൽ തീർന്നു. ആ വ്യക്തിയോട് ഒരല്പം കരുണ കാണിക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ദിലീപിൻ്റെ വക്കീലന്മാർ ആ ബാലേന്ദ്രകുമാറിനെ എന്ത് ചെയ്തില്ല, നനങ്ങാൻ പോലും സമ്മതിച്ചില്ല പോലും, റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചില്ല പോലും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മറ്റുള്ളവന് പറയാനുള്ള അവസരം കൊടുക്കാതെ ഈ വക്കീലന്മാർ ആ നീതിനെ എന്ത് ചെയ്തു, തട്ടിയെടുത്തെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ദിലീപ് കാണിച്ചത് കുറച്ച് ക്രൂരതയായിപ്പോയി. പിന്നെ എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ദിലീപിനോട് ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പെങ്ങളെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മീനാക്ഷിയാണ് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ സഹിക്കും. നമ്മൾ ആ ഭാഗത്തും ചിന്തിക്കും. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ സപ്പോസ് നിങ്ങളുടെ മരുമോനെയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പിന്നെ ഇപ്പം മരുമോനുണ്ടോയെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ മരുമോളുണ്ടോയെന്ന് അറിയത്തില്ല, ഇപ്പോൾ ഒരാളുടെ മരുമോളെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കും. അപ്പോൾ അങ്ങനെ അവരുടെ ഭാഗത്തു നിന്നും കൂടെ ചിന്തിക്കും. നിങ്ങൾ ആ കാണിച്ച കൊട്ടേഷൻ ഒട്ടും ശരിയായില്ല. നിങ്ങൾ പൾസർ സുനിയാണെങ്കിലും SD സുനിയാണെങ്കിലും എൻഫീൽഡ് സുനിയാണെങ്കിലും പിന്നെ കുപ്പിച്ചില് സുനിയാണെങ്കിലും പരുന്ത് സുനിയാണെങ്കിലും ഏത് സുനിയാണെങ്കിലും ഈ കാണിച്ചത് അത്ര ഒരു പിന്നെ ശരിയായ നടപടിയല്ല. എനിക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുന്നുണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു മോചനമുണ്ട്. ചെയ്യേണ്ടത് എന്താണ്, ആ ഒരു ദുർമനസാക്ഷി എന്ന മോചനം പ്രാപിക്കാൻ വഴി ഇപ്രകാരം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, ജീസസ് തൻ ദേഹം എന്ന തിരശ്ശീൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയെ തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം ദൈവാലയത്തിന്മേലൊരു മഹാപുരോധനം നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം ആശയപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണത കൊണ്ട് പരമാർത്ഥത്തോടെ അടുത്തെല്ലുക. മനസ്സിലാകുന്നുണ്ടോ? മാത്രമല്ല, ഇഫ് യു ബിലീവ് യുവർ ഹാർട്ട് ആൻഡ് കൺഫസ് വിത്ത് യുവർ മൗത്ത്, അതായത് ഇഫ് യു ബിലീവ് യുവർ ഹാർട്ട് ദാറ്റ് എന്താണ്, ഇഫ് യു കൺഫസ് വിത്ത് യുവർ മൗത്ത് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ആൻഡ് ബിലീവ് യുവർ ഹാർട്ട് ദാറ്റ് ഗോഡ് ഹാസ് റൈസ്ഡ് ഹിം ഫ്രം ദ ഡെഡ്, ദെൻ യു വിൽ ബി എന്താണ് സേവ്ഡ് എന്നാണ് വായിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മാത്രമല്ല, ഹൃദയം കൊണ്ട് നീതിക്ക് വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്ക് ഏറ്റുപറയുകയും ചെയ്യുന്നെന്ന് വായിക്കുന്നു. ഇഫ് എ പേഴ്സൺ ബിലീവ്സ് and is baptized in the name of our Lord Jesus Christ, then he will be forbidden even called liberty. Pulling down strongholds, namine adimathil kudipari, every good gift and your perfect it is coming from above, the Father of lights. Stand fast in liberty with Christ's made us free and be not entangled again in the yoke of bondage. Living God is richly all things enjoy. If a person believeth and is baptized, അതായത് if a person believeth in our one Lord Jesus Christ and is baptized in him, in the name of him, then he will be saved എന്നാണ് എന്താണ് വായിക്കുന്നത്. ദ പേഴ്സൺ, മനസ്സിലായില്ലേ? വായിക്കുന്ന മീൻസ് ആ അർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും, ഡയറക്റ്റായിട്ട് അങ്ങനെയല്ല. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ പേഴ്സൺ ബിലീവത്ത് ആൻഡ് ഈസ് ബാപ്റ്റൈസ്ഡ് ഷാൾ ബി സേവ്ഡ്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ പേഴ്സൺ ബിലീവത്ത് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഈസ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എന്താണ്, then he will be saved എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നർത്ഥം നമുക്ക് പറയാൻ പറ്റും. Forbidden even called, if a person believeth not, then she shall be condemned. ആ ഒരു കണ്ടംനേഷൻ ഒഴിവാക്കാനാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, for God so loved the world that he gave his only begotten son, that whoever believes in him shall not perish but have everlasting life. Pulling down strongholds, everlasting life ആണ്. The gift of God is eternal life through Jesus Christ our Lord. മാത്രമല്ല, the wages of sin is death എന്നാണ് വായിക്കുന്നത്. The gift of God is eternal life through Jesus Christ our Lord. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോർ ഹോർ കാൾസ് അപ്പോൺ ദ നെയിം ഓഫ് ദി ലോർഡ് ഷാൾ ബി സേവ്ഡ്. ദർ ഈസ് സാൽവേഷൻ ഇൻ നൺ, അതായത് മറ്റൊരുത്തലിന് രക്ഷയില്ല. മനസ്സിലാകുന്നുണ്ടോ? ദർ ഈസ് നോ നെയിം ഗിവൺ എമോങ് മെൻ അണ്ടർ ഹെവൻ വെയർ ബൈ വി മസ്റ്റ് ബി സേവ്ഡ്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കോറിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ രീതിയിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബി സേവ്ഡ് എന്നുള്ള ആ കാര്യം മനസ്സിലാകുന്നുണ്ടോ? അതിന് നമുക്ക് കുറച്ചും കൂടെ ഫോർബിഡൻ ഈവൻ കൾബട്ട് മീനിങ് ഫുൾ എന്നുള്ള അർത്ഥം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ദിലീപിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയാണെങ്കിലും സമയം വൈകിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? കാവ്യമാധവനാണെങ്കിൽ ഇനിയും സമയം വൈകിട്ടില്ല. ഫോർബിഡൻ ഈവൻ കൾബട്ട്. അപ്പോൾ അതിജീവിതയോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഇങ്ങനെയുള്ള ഈ ദുഃഖങ്ങളും ഭാരങ്ങളും പിന്നെ നിരാശകളും ഒക്കെ മുറുകെ പിടിക്കാതെ, അല്ലെങ്കിൽ അതിനെ ഹോൾഡ് ഫാസ്റ്റ് ചെയ്യാതെ അതിനൊക്കെ ക്യാൻസൽ ചെയ്തിട്ട്, മനസ്സിലാകുന്നുണ്ടോ, ഇത്തിരി ടൂറോ മനസ്സിന് ബലം കൊടുത്തിട്ട് പിന്നെ നിങ്ങളുടെ അല്ലെങ്കിൽ ആ മോളുടെ കൂടെയുള്ള ഏക ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് മനസ്സിന് ബലം കൊടുക്കുക. അപ്പോൾ എനിക്ക് അതിജീവിതയോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഡിപ്രഷനും ചപ്പചവറും മറ്റതും മറിച്ചതൊക്കെ പിടിക്കാതെ, ഒരു ഭർത്താവ് കൊണ്ടൊരു ഒരു കുഞ്ഞുണ്ടോയെന്ന് അറിയത്തില്ല, നല്ല ടൂറൊക്കെ പോയി നല്ല എൻജോയ് ചെയ്ത് ജീവിക്കുക. ഈ കഴിഞ്ഞ സംഭവങ്ങളെ മനസ്സിട്ട് ഒരുമാതിരി ഇതാക്കാതെ, ഡിപ്രഷനാക്കാതെ നല്ലൊരു ജീവിതം, കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ എന്ത് ചെയ്യുക, അങ്ങ് മറക്കുക. കോടതിയിൽ നിന്ന് നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യുക, ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയിൽ ആശ്രയിക്കുക.
അപ്പം അതിജീവിതയും ഞാൻ എന്ത് ചെയ്യുന്നു, ക്രൈസിസിൻ്റെ കൃപയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇനി ദിലീപിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപ് ഈ കാണിച്ചത് ഒട്ടും ശരിയല്ല. കാവ്യമാധവൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യൻ്റെ ഭർത്താവിനെ മോഹിച്ച് ആ വ്യക്തി എന്ത് ചെയ്തു, കൂടെ കൊട്ടിയത് ഒട്ടും ശരിയല്ല. ഇനിയാണെങ്കിൽ സമയം ഉണ്ട്, മര്യാദയ്ക്ക് ആ ദിലീപിനെ കൊണ്ട് മഞ്ജു വാര്യറിൻ്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിലും കൊണ്ടങ്ങ് ഏൽപ്പിച്ചാൽ മതി. ഇനി ദിലീപിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ജു പ്രിയതമേ എന്നോട് ക്ഷമിക്കടേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മടങ്ങിപ്പോകും. ഒറിജിനൽ ഏക ഭാര്യ ഏക ഭർത്താവ്, അതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു. ബാക്കിയുള്ളവരൊക്കെ സഹോദരനായിട്ടോ സഹോദരിയായിട്ടോ വർക്കറായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടായിട്ടോ ഒക്കെ കാണുന്നുണ്ട്, കുഴപ്പമില്ല. പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്. അതുകൊണ്ട് കോടതി നീതി കിട്ടിയില്ലെങ്കിലും ക്രൈസിസസ് നമുക്ക് എന്ത് ചെയ്യും, ഒരു നീതി നൽകുമെന്ന് വിശ്വാസമുണ്ട്. മാത്രമല്ല പിന്നെ ഈ ലോകത്തിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരുപാട് മതങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സനാതന വിഷയങ്ങളെയും അതുപോലെ തന്നെ ഇസ്ലാം എന്ന കുടുംബവിഷയത്തേക്ക് അവോയ്ഡ് ചെയ്ത് ക്രൈസിസസിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇവിടുത്തെ ജാതി വ്യവസ്ഥകൾക്കെതിരെയൊക്കെ നമുക്ക് നിലനിൽക്കാൻ പറ്റും. ഇവിടെയൊക്കെ പണ്ട് ഒരുപാട് ജാതി വ്യവസ്ഥകൾ, തെറ്റായ നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു, ബ്രാഹ്മണിസമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാം മതം അല്ലാത്തവരെയൊക്കെ വെട്ടിക്കൊല്ലുക, അതായത് മാപ്പിള ലഹള 1921 എന്നൊക്കെ അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നെ അനിൽകുമാർ അയ്യപ്പൻ്റെയൊക്കെ വീഡിയോയും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദറിൻ്റെ വീഡിയോ ഒക്കെ നന്നായിട്ട് കാണുക, കണ്ട് നന്നായിട്ട് പഠിച്ച് പ്രബുദ്ധരായി മാറുക. ഫോർ ബദൻ യു ഹാവ് കാർഡിനൽ ലിബർട്ടി. അപ്പം വീഡിയോ അവസാനിപ്പിക്കുന്നതിന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക. മനസ്സിലാകുന്നുണ്ട്? പിന്നെ ഒന്നും കൂടെ അതിജീവിതയോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഈ ചപ്പ ചവറുകളും ഡിപ്രഷനും മറ്റതും മറിച്ചതൊക്കെ വലിച്ചു കയറ്റാതെ കഴിഞ്ഞ കാര്യങ്ങളൊരു എന്ത് ചെയ്യുക, ഒരു പിന്നെ ദുസ്വപ്നം പോലെ കളയുക. ദിലീപിനും കാവ്യമാധവനും ഞാൻ കൊടുക്കാനുള്ള മാക്സിമം കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും. അപ്പോൾ ഈ വീഡിയോയിൽ തൽക്കാലം ഇത്രേ കൊടുക്കുന്നുള്ളൂ. ഇനി തെളിവ് സഹിതം ഞാനും ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട്, പിന്നെ മിമിക്രി ആർട്ടിസ്റ്റാണ്, അല്പം പാടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ദിലീപ് മഞ്ജു വാര്യറിൻ്റെ ഒരു നല്ലൊരു ഐശ്വര്യമുള്ള ഭാര്യയായിരുന്നു. ആ ഭാര്യയുടെ കൂടെ ജീവിച്ചാൽ പോരായിരുന്നു. നിങ്ങൾക്ക് അതിലൊരു മകളും ഉണ്ടല്ലേ, അവളിപ്പോൾ ഡോക്ടറുമാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ആ കുടുംബപരമായിട്ട് സന്തോഷിക്കുന്നതിന് പകരം വല്ല ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇറങ്ങിപ്പോയി. അതുപോലെ കാവ്യമാധവന് ഒരു ബാങ്ക് ഓഫീസറായിട്ടുള്ള വിവാഹം, അതിലൊക്കെ സിനിമാ താരങ്ങൾ ഒത്തിരി പേരൊക്കെ വന്നിട്ടുള്ളല്ലേ. ആ മനുഷ്യൻ്റെ കൂടെ സുഖമായിട്ട് ജീവിച്ചൊരു കുടുംബജീവിതം നയിച്ച് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു കുടുംബജീവിതം നയിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പിന്നെ അങ്ങനെ പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ ഒരു പർവ്വതത്തിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത് അല്ലേ, അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്, പർവ്വതമാണ്. ഇനിയാണെങ്കിൽ സമയം വൈകിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു പെങ്ങളെ പോലെ പറയണം, മഞ്ജു വാര്യരുടെ ദേഹത്ത് കൈവയ്ക്കുകയോ ഒരാക്രമണമോ തരികിട കാണിക്കരുത്. കാണിച്ചാൽ ഇങ്ങനെയല്ല, ഇതിനപ്പുറം റിയാക്ട് ചെയ്യും. ഇപ്പം നമുക്കൊരു പെങ്ങളോ നമുക്കൊരു മകളോ ഒരു മരുമകളോ ഒരു ഭാര്യയോ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ആ അമ്മയും മരുമോളും ഉള്ള പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, അത് അവർ തമ്മിൽ എന്ത് ചെയ്തോളും, തീർത്തോളും. അത് പുറത്തുള്ള വ്യക്തിക്കല്ല കൊടുക്കേണ്ടത്, അത് അവർ തമ്മിലാണ് തീർക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എൻ്റെ തന്നെ ഭാവിയിൽ എൻ്റെ മകൻ വിവാഹം കഴിച്ചൊരു മകളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അങ്ങനെ വരാതിരിക്കട്ടെ. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടായിരിക്കും. നമ്മൾ പറയുമോ വത്സ എന്ന് പറയും, നമ്മളറിയും മിണ്ടി പോലെന്ന് പറയും. ഇതെൻ്റെ ഏക മകൻ, ഞാനും ഒരാളാണ്, എനിക്കും എൻ്റെ മകനും ഒരാളാണ്. എൻ്റെ ഏക മകൻ വിവാഹം കഴിച്ച ഏക ഭാര്യയാണ്. മോള് വീട്ടിൽ കയറിപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതാണ് ഏറ്റവും പ്രധാനം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ്. ആസ് ആൻ അഡ്വക്കേറ്റും കൂടെ പറയുകയാണെങ്കിൽ ഓരോ മനുഷ്യനും ഓരോ റൈറ്റ് ഉണ്ട്, നടക്കാനും ഇരിക്കാനും ചലിക്കാനും. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ സ്ഥിര ജോലിക്കാരനെന്നല്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഈ അടുത്ത കാലത്തൊക്കെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ കുറച്ചൊക്കെ പഠിപ്പിക്കാൻ പറ്റി. അങ്ങനെ അവരുടെ സംസ്കാരമൊക്കെ മനസ്സിലായി അല്ലേ. അവിടെ തമിഴെന്നോ ഹിന്ദിയെന്നോ മലയാളമെന്നോ വേർതിരിച്ചാൽ ആ വേർതിരിവ് വരില്ല. ഇംഗ്ലീഷ് എസ് എ കോമൺ ലാംഗ്വേജ്. നമ്മളൊക്കെ ഇതുവരെ ഇടപെട്ടിട്ടുള്ള എല്ലാം നമ്മൾ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് എന്തോരം. ഇപ്പോഴും എന്നെ പല സ്റ്റുഡൻസും പിന്നെ ആൺപെൺ വ്യത്യാസമില്ലാതെ പലരും വിളിക്കാറുണ്ട്. എനിക്കാണെങ്കിൽ ഈ വീഡിയോ ചെയ്തിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിലല്ലേ വിളിക്കാറുള്ളൂ. പിന്നെ എനിക്ക് ബഹിരാകാശ പഠനത്തിലേക്ക് ഇഷ്ടമുള്ളതാണ്, അല്പം പാട്ടും പാടും. അപ്പോൾ അതുകൊണ്ട് ദിലീപിന് വേണ്ടി ഒരു പാട്ട് വേണമെങ്കിൽ പാടിത്തരാം. പണ്ട് KJ യേശുദാസങ്ങളൊക്കെ പാടിയതുപോലെ അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് പഴയ യേശുദാസിൻ്റെയൊക്കെ പാട്ടൊക്കെ കേട്ട് MG ശ്രീമാർക്ക് പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദം തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, അങ്ങനെ എന്തെങ്കിലും പാട്ട് പാടാൻ നോക്കും. അതുപോലെ ബാലേന്ദ്ര മേനോൻ്റെ പണ്ടത്തെ സിനിമകളൊക്കെ ഒന്ന് കാണാൻ നോക്കാം. ആ കുടുംബ സിനിമകളൊക്കെ ചെയ്യാൻ പുള്ളി വിദഗ്ധനായിരുന്നു, കുടുംബപരമാണ്. അതൊക്കെ കാണുമ്പം ഒന്ന് ഒരു കരച്ചിലോ ഒരു എക്സൈറ്റേഷനോ അതാരും എഴുന്നേക്കത്തില്ല. പിന്നെ KJ യേശുദാസങ്ങളുടെയൊക്കെ പാട്ട് പാടുമ്പോഴേ പണ്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് അല്ലേ. പൂമുഖവാതിൽക്കൽ സ്നേഹം ഇടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിനുള്ളുകൾ
ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ ദുഃഖ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം നിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ എന്ന് KG യേശുദാസങ്ങളും പാടിയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയും പാടിയിട്ടുണ്ട്. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണ്ണപ്രഭാമയി ഭാര്യ. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണ്ണപ്രഭാമയി ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ നൽകിയും ഭാര്യ എന്നൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പാട്ട് കേട്ട് എൻജോയ് ചെയ്യുക. മനസ്സിലായില്ലേ? ലിറിക്സോട് കൂടി ഞാൻ ഇത് തുടക്കമായിട്ടുള്ളൂ കേട്ടോ. ദിലീപിനുള്ള വീഡിയോസ് ഇനി വരുന്നുണ്ട്, ഓരോ ഇഞ്ചക്ഷനായിട്ട് വരുന്നുണ്ട്. നന്നാവുന്നെങ്കിൽ നന്നായിരിക്കും. ഇനിയാണെങ്കിൽ സമയം വൈകിട്ടില്ല. ഇനി സുരേഷ് ഗോപിയുടെ ഇനി മിമിക്രി അല്പാകാം. സുരേഷ് ഗോപിയുടെ ഭാഷ പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും? എന്തുണ്ട് ദിലീപ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് അത് ഫീൽ ചെയ്യത്തില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തനിക്ക് ഇനിയും സമയമുണ്ട്. താൻ ആ മഞ്ജു വാര്യരെ ഭാര്യയായിട്ട് അംഗീകരിച്ച് ഇതൊരു പെങ്ങളായിട്ട് മാത്രം കരുതിയാൽ മതി. നിങ്ങൾക്ക് മീനാക്ഷി എന്ന പേരുള്ള ഒരു മോളുണ്ട്, തൻ്റെ രക്തത്തിൽ പിറന്ന ഒരു മകളുണ്ട്. അതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കും. എന്തുണ്ടോ വിശേഷം? ഇടോ കാവ്യേ, തനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവിൻ്റെ അടുത്ത് തനിക്കൊന്ന് മടങ്ങിപ്പോയാൽ എന്ത് വേണം? നോ, ഐ ഡു നോട്ട് നീഡ് എനി എക്സ്പ്ലനേഷൻസ് അല്ലേ. ഇനി ലാലു അലക്സിൻ്റെ ഭാഷ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? പേഴ്സണലായിട്ട് പറയുക, എൻ്റെ പൊന്നിക്കാവ്യ, നിങ്ങൾ ആദ്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി, ഇനിയും സമയം വൈകിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, എടോ ദിലീപ്, ഈ ഗുണ്ടായിസമൊക്കെ മതിയാക്കി. പൾസർ സുനിയും അൾസർ സുനിയും എൻഫീൽഡ് സുനിയും ആ അനി ഈ അനിയൊക്കെ മതിയാക്കി താൻ എത്രയും വേഗം ഒരു ശാന്തനായ മനുഷ്യനായി മാറി. വയസ്സേതാണ്ട് 58 ഇനി അങ്ങോട്ട് സീനിയർ സിറ്റിസൺ ആവാൻ പോവുകയല്ലേ. താൻ ഒരു നല്ല ജീവിതം നയിച്ച് നല്ലൊരു വ്യക്തിയായി മാറി, നല്ല പുസ്തകങ്ങൾ വായിച്ച് ഫിസിക്സും കെമിസ്ട്രിയും ധാരാളം പഠിച്ച് നല്ലൊരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ സന്തോഷമല്ലേ? അമ്മ അറിഞ്ഞാൽ പ്രശ്നമാവില്ല. ഞാൻ തൻ്റെ അമ്മയോടൊന്ന് പറഞ്ഞേക്കാം, തൻ്റെ അമ്മയുടെ രോഗം എങ്ങനെയുണ്ടോ? എടോ ദിലീപിനും മറ്റേ പുള്ളിക്കും തൽക്കാലം ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കാം അല്ലേ. ഇനി ഇതേ കാര്യം തന്നെ നമ്മുടെ നെടുമുടി വേണു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അതായത് നമ്മളെ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് നെടുമുടിയാണ്, നല്ലൊരു കലാകാരനാണ് അദ്ദേഹം. അതിൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2021 ഒക്ടോബറിലോ നവംബറിലോ അങ്ങോട്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം മനസ്സിലാകുന്നുണ്ടോ? കലാലോകത്തിനൊക്കെ തീർച്ചയായിട്ടും ഒരു മിസ്സിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് പറയുക, എന്താ കാര്യം, ആശ്വാസത്തോടെ ഇരിക്കുക, താനിതെന്താണ് ഭാവം, അതീവതയോട് പറയുന്നത് തൻ്റെ ഡിപ്രഷനും അതൊക്കെ മാറ്റി ശാന്തവട്ടം ഇരിക്കുക, ഭാരപ്പെടണ്ട, സമൂഹം തന്നോട് കൂടെയുണ്ട്, താൻ നല്ല കുട്ടിയായിട്ട് ഇരിക്കുക. അതീവതയോട് പറയുന്നത് താൻ ടൂറ് ചെയ്യുക, പുസ്തകങ്ങൾ വായിക്കുക, ഭർത്താവിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് പല സ്ഥലങ്ങളിലും കറങ്ങുക. ദിലീപിൻ്റെ സിനിമ കണ്ടില്ലെങ്കിലും പഴയ കാലത്തെ സിനിമകൾ ഒക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യുക. ഒന്നുമില്ലെങ്കിലും ട്രിവാൻഡ്രത്തൊക്കെ വന്ന് മ്യൂസിയത്തോ കിഴക്കേക്കോട്ടയോ തിരുമല ജംഗ്ഷനോ കാണുക, മനസ്സിനൊരു ആനന്ദം ഉണ്ടാകും. ഇനി ഇതേ കാര്യം നമ്മുടെ അതായത് നമ്മുടെ പട്ടണപ്രവേശ സിനിമയിൽ തിലകനും ശ്രീനിവാസനും പറയുന്ന ഒരു ഫീമെയിൽ സൗണ്ടുണ്ട്. അതിൽ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകുന്നു? തന്നെ ഞാൻ എവിടെയോ കണ്ടൊരു പരിചയമുണ്ട്. നേരമൊക്കെ വണ്ടി ഓട്ടിക്കണം, ഇതിൻ്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നു, ഒരാവശ്യവുമില്ലായിരുന്നു, ഇനിയും സമയമുണ്ട്, ഒന്നും മിണ്ടാതിരിക്കണോ? താനീ കൊട്ടേഷനൊക്കെ നിർത്തി നല്ലൊരു വ്യക്തിയായി മാറുന്നത് നല്ലതല്ലേ? ഇനി ഇതേ കാര്യം നമ്മുടെ സിനിമയുടെ ജയൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഫോർ ബദനി ഹോൻ കൽപ്പട്ടി, ഒരു ദിലീപ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നമുക്ക് അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യാമായിരുന്നു. തിരുമല ജംഗ്ഷനിൽ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പതിയെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു.
കുറച്ച് ഫിസിക്സും കെമിസ്ട്രിയും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാമായിരുന്നു. കെമിക്കൽ റിയാക്ഷൻസിന് ആളുകളോട് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാമായിരുന്നു. ഇനി ഇതേ കാര്യം തന്നെ നമ്മുടെ എന്താണ് ഒരു KP ഉമ്മർ പറഞ്ഞു കഴിഞ്ഞാൽ എപ്രകാരം ആയിരിക്കും നമുക്ക് നോക്കാം. ഫോർ ബദനിയുണ്ട്. ഇടോ കാവ്യ, താൻ ഇത്രയും കാലമായിട്ടും തനിക്കിത് പറഞ്ഞിട്ട് മനസ്സിലായി. ആര്യാഹാരം കഴിക്കുന്ന നമുക്ക് പല കാര്യങ്ങളും മനസ്സിലായി. താനിത് എന്തു ഭാവിച്ചാണ്? ഇടോ, ഏക ഭാര്യ ഏക ഭർത്താവ് ബന്ധം അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ആങ്ങളെ പോലെയും പെങ്ങളെ പോലെയും കാണേണ്ടവരല്ല. തന്നോട് എനിക്ക് പല കാര്യങ്ങളും പറയാനും. എടോ ദിലീപ്, ഇനിയെങ്കിലും ഇതൊക്കെ മതിയാക്കി ഒരു നല്ല മനുഷ്യനായി ജീവിക്കുന്നു. ഞാനൊരു ബുദ്ധിജീവിയാണെന്ന് പറയുന്നില്ല, പക്ഷേ ഞാനൊരു ഒരു ഗണിത ജീവിയാണ്. ഗണിതത്തിലെ പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടുതൽ റെമഡീസ് അതിലേക്ക് വരാം. ഇനിയാണെങ്കിൽ സമയം വൈകിട്ടില്ല, നല്ലൊരു ജീവിതമുണ്ട്. നമ്മൾ അതിജീവിതയെ മറ്റാരും ഉപദ്രവിക്കാനൊന്നും പോണ്ട. അതുപോലെ തന്നെ ദിലീപിനാണെങ്കിലും മടങ്ങി വരാനും കാവ്യമാധവനും മടങ്ങിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും, ആദ്യ ഭർത്താവിൻ്റെ കൂടെ കീഴടങ്ങി ആദ്യ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? കാവ്യമാധവനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിജീവിതയെ ഉപദ്രവിക്കാതെ, അതുപോലെ തന്നെ പിന്നെ അതിജീവിതയെ വേദനിപ്പിക്കാതെയൊക്കെ ജീവിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെല്ലാം സമൂഹത്തിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പം ഒരു സാമൂഹ്യ ജീവിയായിട്ട് നമ്മൾ ജീവിക്കും. മനസ്സിലാകുന്നത്? വേറെ ഉപദ്രവത്തിനോ ഗുണ്ടായിസത്തിനോ പിന്നെ വടിവാളോ കിടിവാളോ അതൊന്നും എടുക്കാതെ മര്യാദയ്ക്ക് ഇത്തിരി എന്തെങ്കിലും നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് നല്ല യൂട്യൂബറൊക്കെ ആയിട്ട് നല്ല പാട്ടൊക്കെ പാടി മിമിക്രിയോ അങ്ങനെ എന്തെങ്കിലും മനസ്സിനെ വേറെ ഏതെങ്കിലും ഒരു സ്കില്ലിലേക്ക് എന്ത് ചെയ്യുക തിരിച്ചു വിട്ടാൽ മതി. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതിനെ ഒരിക്കൽ കൂടെ പറയാം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. അപ്പം മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെത്ത് അല്ല, മെൻ്റൽ ഡെത്ത് ഉണ്ട്, അതുപോലെ സ്പിരിച്വൽ ഡെത്ത് ഉണ്ട്. അപ്പം നമുക്ക് ഒരാളോട് ഒരു കയ്പ്, ഒരു വിരോധം, ഒരു പക, അല്ലെങ്കിൽ തീരാപ്പക, ആനപ്പക, ഇതൊക്കെ വരുമ്പോഴത്തേക്കും ആക്ച്വലി അത് ഒരു മെൻ്റൽ ഡെത്താണ്. മനസ്സിലാകുന്നത്? അതായത് യു ആർ ഡിസ്ട്രോയിങ് യുവർ സെൽഫ് എന്നാണ് എൻ്റെ അർത്ഥം. തൽഫലമായിട്ട് മനുഷ്യൻ്റെ ബോഡിയിൽ ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും, ഇൻസുലിൻ്റെ വേരിയേഷൻ ഉണ്ടാവും, അതുപോലെ ബ്ലഡ് പ്രഷറിലും കൊളസ്ട്രോളിലൊക്കെ വേരിയേഷൻ ഉണ്ടാവും. അപ്പം മനുഷ്യൻ്റെ രോഗത്തിൻ്റെ ഉറവിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ഇപ്പം നമുക്ക് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ ടെൻഡൻസി എതിർക്കാം, ഓക്കെ, ദാറ്റ് ഈസ് ആ സ്വഭാവത്തെ അല്ലെങ്കിൽ പ്രവൃത്തി എതിർക്കാം. പക്ഷേ ആ വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല ടെൻഡൻസി നമുക്ക് എടുക്കാൻ പറ്റും. മാനസികാരോഗ്യത്തിന് നമുക്ക് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സെപ്പോഴും കഴിവതും ഫ്രീ ആയിട്ട് കൊണ്ട് നടക്കാം. നല്ല സംഗീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് തെറാപ്പിയാണ്. അപ്പോൾ എനിക്ക് അതിജീവിതയോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല മ്യൂസിക് കേൾക്കുക. ഇയാൾ ഇങ്ങനെ ഇപ്പോഴും പിന്നെ അതൊരു ദുസ്വപ്നം പോലെ അങ്ങ് പറയാം. അപ്പോൾ എൻ്റെ ഒരു പെങ്ങളെ പോലെ നമ്മൾ പറയുകയാണ്, ഒരു ദുസ്വപ്നം പോലെ അങ്ങ് കളയുക. യേശുദാസ് പണ്ട് പാടിയൊരു പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല മിമിക്രി എന്തെങ്കിലും, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഏതെങ്കിലും പഴയ കോമഡികളൊക്കെ എടുത്ത് വെച്ച് കണ്ടാലും മതി. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടാവും? നല്ല റിലാക്സേഷൻ ഉണ്ടാവും. ഫോർ ബദനി ഹാവ് കാണ്ടർലി ബട്ട്
തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു. പോട്ടെ, ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇനി നാളെ വീണ്ടും ആയിക്കോട്ടെ. അത്യാവശ്യം കുറേയൊക്കെ കവർ ചെയ്യും. നാളെ കുറച്ച് കട്ടിങ്സും പേപ്പർ കട്ടിങ്സൊക്കെ ഇടും. ഓരോ ദിവസം കലാപുരം. എങ്ങനെ